അത് സർക്കാരിൻ്റെ KSRTC പോലത്തെ KSR ബോട്ട്. സംഗീത സംവിധായകൻ ഗോപി സുന്ദറിൻ്റെ റിസോർട്ട്. ഓക്കെ, നീ കിട്ടിയാ നമ്മുടെ സിനിമാ നടൻ ദിലീപിൻ്റെ തുരുത്താണ് ഗൈസ് ആ കാണുന്നത്. അത് റിസോർട്ട്. ഇതിങ്ങനെ പോവാനാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഗ്യാപ്പുകളായിട്ടാണ് ഉള്ളത്. ടോട്ടൽ ഒരു 4 മണിക്കൂർ. അപ്പോൾ ഗൈസ് കമോൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഏകദേശം 6 മണി 5 മണിക്ക് പോകണമെന്ന് പറഞ്ഞതാണ് നമ്മൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പെയിനിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ ഡൈറോൺ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അപ്പോൾ ആൾക്ക് ആലപ്പുഴ കാര്യങ്ങൾ പോയിട്ട് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ, വെള്ളക്കെട്ട് കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ആൾക്ക് അതിനാണ് താല്പര്യം. അപ്പോൾ ആലപ്പുഴ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണുള്ളത്. 5 മണിക്ക് പോകണമെന്ന് വിചാരിച്ചു. പിന്നെ ആൾക്കും ഒരു തലവേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം 6 മണിയായി. അപ്പോൾ നമ്മളെന്തായാലും ഇന്നിപ്പോൾ ഇവിടുന്ന് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിലവിൽ ഇതാ 6 മണിയായി. ഫോർട്ട് കൊച്ചിയിലാണുള്ളത്. ആൾ ഹോട്ടലിലുണ്ട്. ആളിപ്പോൾ വരാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നേരം മെല്ലെ വെളുത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ സമയത്തായതുകൊണ്ട് തന്നെ റോട്ടിലൊന്നും ഒരു മനുഷ്യല്ല. നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. നമുക്ക് സ്ട്രെയിറ്റാണ് പോകാനുള്ളത്, എങ്ങോട്ടും തിരിയാനില്ല. ഓക്കെ, പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. റോട്ടിൽ മൊത്തം മഞ്ഞാണ്. എന്തായാലും നല്ല വൈബുണ്ട് ഇങ്ങനെ പോവാൻ. ഗൈസ്, അങ്ങനെ 7:30 മണിയാകുമ്പോൾ നമ്മൾ ഏകദേശം ആലപ്പുഴ എത്തിയിട്ടുണ്ട്. സൂര്യനൊക്കെ അങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. നല്ല അടിപൊളി വ്യൂ ഉണ്ടായി. പാടത്തിൻ്റെ കൂടെ പച്ച പർവ്വതാനി എന്നൊക്കെ കണ്ടില്ലേ, ആ ഒരു വൈബ്. ആൾക്ക് ആമ്പലൊന്നും വേണ്ട. ആളെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ, ബോട്ട് പോകുന്ന ചെറിയ കനാൽ പോലത്തെ സ്ഥലങ്ങളില്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം ആള് ഇവിടെ ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബോട്ടിൻ്റെ ചേട്ടൻ. ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? പേരെന്തായിരുന്നു? തങ്കച്ചനല്ലേ? തങ്കച്ചൻ കേട്ടോ അവളുടെ പേര്. ഏതാ? ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ വീട് മലപ്പുറത്താണ്. ആള് സ്പെയിനിൽ. അപ്പോൾ ആളിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടേ ജസ്റ്റ് എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്നത്. അപ്പോൾ ആളിവിടെ ഇരിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി സെറ്റായിട്ട്. എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബോട്ട് വഴിയാണ് നമുക്ക് ഈ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ആൾ ക്യാമറയും കാര്യങ്ങളൊക്കെ പൊക്കി പിടിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും നോക്കാം നമുക്ക്. ഇപ്പോൾ ചേട്ടൻ പറയുന്നത് വെള്ളം ഇപ്പോൾ കുറഞ്ഞിട്ടുള്ളതെന്നാണ് പറഞ്ഞു കേട്ടോ. മുന്നേ ഇതിൽ ഏകദേശം ഇതിൻ്റെ ഹൈറ്റിൽ വെള്ളം എല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഹൈറ്റിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ടൈമിലൊക്കെ നല്ല ആളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ വെള്ളം പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. എന്താ ചേട്ടാ? ഞായറാഴ്ച ഈ പള്ളിയിൽ പെരുന്നാളാട്ടാ. ഇതവിടെ ഈ പള്ളി കണ്ടില്ല, ആ പള്ളി പെരുന്നാളാന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ എടുത്തത് 1 മണിക്കൂറിന് 700 രൂപ കേട്ടോ. ഞങ്ങളിപ്പോൾ ഈ ബോട്ട് എടുത്തത്, ചെറിയ ബോട്ട് 2 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ പിന്നെ അതേമാതിരി 1400 അങ്ങനെ പോകും. പിന്നെ തങ്കച്ചൻ എന്നല്ലായിരുന്നു ചേട്ടൻ്റെ പേര്? തങ്കച്ചൻ ചേട്ടനാണ്. ചേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുക്കേണ്ട എന്തായാലും. അപ്പോൾ ചേട്ടനെ ഇവിടെ വരുമ്പോൾ ചേട്ടനെ വിളിച്ചാൽ മതി. ചേട്ടൻ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിൻ്റെ പേര് എന്താണ് പറഞ്ഞത്? സെഞ്ചൂത്. ഓക്കെ ഓക്കെ. തങ്കച്ചൻ ചേട്ടൻ്റെ നമ്പർ ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വന്നിട്ട് ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ കാമായിട്ട് ക്രിയേറ്റായിട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, എന്തായാലും അടിപൊളിയാണ് വ്യൂവും കാര്യങ്ങളൊക്കെ. നമ്മളിത് ഇവിടുന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഏകദേശം ഉള്ളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാട്ടോ ചേട്ടൻ്റെ നമ്പർ. അപ്പോൾ ഇവിടെ ആലപ്പുഴ വന്നിട്ട് ഇങ്ങനെ ഈ ബോട്ടിൽ നല്ല അടിപൊളിയായിട്ട് പീസ്ഫുള്ളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതാണ് നമ്മളെ തങ്കച്ചൻ ചേട്ടൻ. ഓക്കെ, അപ്പോൾ ആളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആളെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്തു തരും. പിന്നെ കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊരു സെമിത്തേരി ആയിട്ടാണ് പറയുന്നത്. 18-ലെ വെള്ളപ്പൊക്കത്തിൽ ഏകദേശം ഇതിൽ വെള്ളം കയറിയിട്ടില്ല. അപ്പോൾ ആൾക്കാരൊക്കെ ഇതിൽ താമസിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് ചേട്ടൻ.
അത് പള്ളിയുടെ സെമിത്തേരിയാണ് ആ കാണുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഏകദേശം ഉള്ളിലോട്ട് ഇങ്ങനെ കയറി വന്നിട്ടായിട്ടുള്ളത്. അപ്പോൾ നേരെ ഇവിടെ വന്നാൽ മതി. അപ്പോൾ ചേട്ടന് നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേമാതിരി 700 1 മണിക്കൂറിന് പറഞ്ഞത്. പിന്നെ കൂടുതലൊക്കെ എടുക്കുകയാണെങ്കിൽ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ മൊത്തം കറക്കിയിട്ട് ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞു തരും. അപ്പോൾ തങ്കച്ചൻ ചേട്ടൻ എന്നാണ് ആളെ പേര്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആളെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് ഇങ്ങനെ മെല്ലെ കയറി വരുന്നുള്ളൂ. ആള് അവിടെ നല്ല ഫോട്ടോ എടുക്കുന്നുണ്ട്, ആളെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും ഓക്കെ, ആള് ഹാപ്പി ആയാൽ മതി. ഏകദേശം നമുക്ക് മൊത്തം ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഒന്ന് നമുക്ക് കാണേണ്ട മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ ഉള്ളിൽ മൊത്തം ഒന്ന് കറക്കി എടുക്കണമെങ്കിൽ ഏകദേശം എത്ര ടൈം എടുക്കും? അല്ല, എന്നാൽ മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ മൊത്തം ഒന്ന് കവർ ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര ടൈം എടുക്കും? 3-4 മണിക്കൂറുണ്ടെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് ടോട്ടലൊരു 4 മണിക്കൂർ. ഓക്കെ, ഏകദേശം ഒരു 4 മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം കാണേണ്ട സ്ഥലങ്ങളും പിന്നെ ഫുഡ് കഴിക്കാനുള്ളൊരു ടൈമൊക്കെ കൂടി ഒരു 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ മൊത്തം കറങ്ങിയിട്ട് വരാമെന്നാണ് ചേട്ടൻ പറയുന്നത് കേട്ടോ. ഒരു 4 മണിക്കൂറിൻ്റെ ഒക്കെ ചേട്ടനായിട്ട് വന്നിട്ട് പാക്കേജ് എടുക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരും ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ഏകദേശം ഫുഡാണെന്നുണ്ടെങ്കിലും പിന്നെ അതേ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതാവും ബെറ്റർ. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതാവും ഏറ്റവും നല്ലത്. എന്തായാലും നോക്കിയോളാം. ഫുള്ള് തത്തമ്മയുടെ കൂടുകൾ കേസ്, ഫുള്ള് തത്തക്കൂടുകളാണ്. മീൻ പിടിക്കണ്ടിട്ടോ അവിടെ. മീൻ കിട്ടിയാണാവോ? മീൻ കിട്ടിയാ? കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. ചേട്ടാ ഇതെന്താ കായ? ചേട്ടാ ഇതെന്താ സാധനം? അതെന്താ സാധനം ആ കായ? വിഷമല്ലേ? അത് കഴിച്ച ചാവുന്നാട്ടോ പറഞ്ഞു. അപ്പം ആരും ഇങ്ങനൊന്നും വരുമ്പോൾ ഒന്നും കാണണമെന്നും പറിച്ചത് കഴിക്കാക്കണ്ട, കഴിച്ചാൽ എന്തായാലും ചാവുന്ന പറഞ്ഞു. ഇനി ചാവണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നേരെ പൊട്ടിച്ചിട്ട് കടിക്കുക. വിശക്കണോ പറയുന്നുണ്ട്, കയറുമ്പോൾ തന്നെ പറയുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കാരണം കൊണ്ട്. നമുക്ക് പിന്നെ ഒന്നും വിഷയമില്ലാത്ത കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല. ഏതാ? വീട് പണിയുടെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ, കല്ല് കാര്യങ്ങളൊക്കെ, അത് ആ കറുപ്പ് വെള്ളം കണ്ടില്ലേ വലുത്, അതിലാണ് ഇവിടെ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ സൈഡുകളിൽ ഇങ്ങനെ വീടുകളിങ്ങനെ പണിയെടുത്ത് ഉണ്ടാക്കും. എത്ര പണിയെടുക്കേണ്ടി വരുമല്ലോ അങ്ങനെ കൊണ്ടുവരുമ്പോൾ. ഇതുണ്ടല്ലേ, ഇതേപോലത്തെ വലിയ വെള്ളങ്ങളിലാണ് വീട് പണിക്കുള്ള സാധനങ്ങൾ മൊത്തം അവിടെ കൊടുന്നിട്ട് വീടുകൾ ഉണ്ടാക്കിയിട്ട് കയറ്റിക്കൊണ്ടിരിക്കണത്. ഇതിൻ്റെ ഉള്ളിലേക്ക് പുറത്തുനിന്ന് ആ വണ്ടി എത്തുന്ന വരെ ഈ ബോട്ട് പോയിട്ട്, ബോട്ടല്ല ചെറിയ വെള്ളം, വലിയ വെള്ളം പോയിട്ട് അവിടുന്ന് ഈ സാധനം അതിൽ ലോഡ് ചെയ്യും. അവിടുന്ന് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ വന്നിട്ടാണ് ഇവിടെ വീടുകൾ കയറ്റിയിട്ട് വരുന്നത്. എന്തല്ലേ, നല്ല കഷ്ടപ്പാടുണ്ടാവും. നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നോക്കി നോക്കാൻ പറ്റും. അത് കണ്ടില്ലേ, ഒരു അമ്പലമാട്ടത്, ചെറിയൊരു അമ്പലമാണത്. അത് 2018 വെള്ളപ്പൊക്കത്തിൻ്റെ ശേഷം ഇപ്പോൾ അടിയിൽ കണ്ടില്ലേ ഇങ്ങനെ നല്ല സ്പേസ് ഇട്ടിട്ടാണ് വീടുകൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടില്ല ആ വീടൊക്കെ കണ്ടില്ല, ആ വീടിൻ്റെ ഒക്കെ അടിയിൽ നല്ല സ്പേസ് ഇട്ടിട്ടുണ്ട്. മുകളിലോട്ടാണ് വീട് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇനിയൊരു വെള്ളം ഇനിയിപ്പോൾ അത് ആ ഒരു റേഞ്ച് വരെ വെള്ളം വന്നാലും അതിൻ്റെ മുകളിലേക്കാണ് വീട് ആൾക്കാർ താമസിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു റേഞ്ച് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ കണ്ടില്ല ആ വീടുകളൊക്കെ മൊത്തം ഇപ്പോൾ ആ ഒരു ലെവലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു സൈഡിൽ ആദ്യം കവർ ചെയ്തു. അവിടുന്ന് ഇനിയിപ്പോൾ അങ്ങനെ തിരിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സൈഡിലോട്ട് കയറട്ടാം. ഇതിങ്ങനെ പോകാനാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെറിയ ഗ്യാപ്പുകളായിട്ടാണ് ഉള്ളത്.
നമ്മുടെ സിനിമാ നടൻ ദിലീപിൻ്റെ കേട്ടാ ഈ ചെറിയ തുരുത്ത് കണ്ടില്ലേ, നമ്മുടെ സിനിമാ നടൻ ദിലീപിൻ്റെ തുരുത്താണ് ഗൈസ് ആ കാണുന്നത്. അത് റിസോർട്ട് പണിയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് അത്ര, ഇതുവരെയായിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും അതങ്ങനെ എടുക്കുന്നുണ്ട്. ആ ഒരു ചെറിയ തുരുത്തട്ടാ, ഇത്ര ഉള്ളൂ. ഈ കാണുന്ന ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെ ദിലീപിൻ്റെ. അതൊരു റിസോർട്ടാട്ടോ കാണുന്നത്, നല്ല അടിപൊളി റിസോർട്ട്. ചെറിയൊരു റിസോർട്ടാണ്, പക്ഷെ ഭയങ്കര രസമുണ്ട് കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ വേറൊരു റിസോർട്ടാണ്, ചെറിയൊരു റിസോർട്ട് കണ്ടില്ലേ. അതിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ. ഓക്കെ, രസമുണ്ട് കാണാൻ. അതാ കണ്ട സ്വിമ്മിംഗ് പൂളുണ്ട് അവിടെ ചെറുതായിട്ട്, അവിടെ ഉണ്ട്, ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, അവിടെ ഉണ്ട്. എന്തിനാ സ്വിമ്മിംഗ് പൂളിലെ തീക്കെടുത്ത് ചാടിയാൽ പോലെ. 5000 രൂപയൊക്കെ ഏകദേശം ഒരു ദിവസത്തിന് 5000 രൂപ, ചിലപ്പോൾ 4000, 5000 ആ റേഞ്ചിലൊക്കെ ആവും റേറ്റ് വരുന്നു. ഏതിലാ? ആ നേരെ കാണുന്ന പള്ളിയില. 2018 ഇവിടെ ഏകദേശം എല്ലാ അമ്പലങ്ങളിലും പള്ളികളും മൊത്തം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു എന്നാണ് കേട്ടോ പറഞ്ഞത്. ആ ഒരു പള്ളി കണ്ടില്ല, നമ്മുടെ നേരേക്കുള്ള ആ ഒരു പള്ളിയിൽ മാത്രം കയറിയിട്ടില്ല എന്നാണ് പറഞ്ഞത് വെള്ളം. പിന്നെ നമ്മൾ നേരത്തെ ആ പറഞ്ഞൊരു സെമിത്തേരിയ പറഞ്ഞില്ല, ആ സെമിത്തേരിയയിലും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല, അവിടെ കയറുന്ന ആൾക്കാർ നിന്നിരുന്നതെന്നാണ് പറഞ്ഞത്. ആ വീട് നോക്ക്, ഭയങ്കര രസമുണ്ടല്ലോ കാണാൻ. ചെറിയൊരു വീടും മുറ്റത്ത് തന്നെ വെള്ളം, ഏതാ വൈബ്. ഇത് വേറെ റിസോർട്ടാട്ടോ. കുറേ റിസോർട്ടുകളുണ്ട് ഇവിടെ. ഈ റിസോർട്ടുകളിലേക്കൊക്കെ ഇങ്ങനെ ബോട്ടുകളിലാവും വരിക. ഇത് വലിയ റിസോർട്ടാട്ടോ സംഭവം. ഇവിടുന്ന് ആ തല മുതൽ ഇങ്ങനെ ഇതുവരെ ഉണ്ട് റിസോർട്ടിൻ്റെ. അവിടെ ഒരു ബോട്ട്, ഏതാ അത്? സർക്കാരിൻ്റെ KSRTC പോലത്തെ KSR ബോട്ട്. രണ്ടും ഒരേപോലെ തന്നെ, ഒരേ കളറും ഒരേ മാതിരി ചവറ് പോലെ അയക്കണം വണ്ടികളൊക്കെ. ഗോപി സുന്ദറിൻ്റെ റിസോർട്ടാട്ടെ ഈ കാണുന്നത്. എന്താണ് മിറായ സുന്ദര എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഐസ്ലാൻഡ് വില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് സംഗീത സംവിധായകൻ ഗോപി സുന്ദറിൻ്റെ റിസോർട്ട്. ഓക്കെ, എല്ലാ നടന്മാർക്കും ഇവിടെ ഏകദേശം റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു ആർച്ച് കണ്ടില്ലേ, രസമുണ്ടല്ലേ ആർച്ച് കാണാൻ. ഇവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ പറഞ്ഞ ചേട്ടൻ. ഏതാ ആ സ്ഥലത്താ ആ കാണുന്നത്? ആ ലാസ്റ്റിലുള്ളതല്ലേ? ഓക്കെ, ചേട്ടൻ്റെ വീട് ആ ഭാഗത്താട്ടാ പറഞ്ഞത്. അത് ചേട്ടൻ ഈ ബോട്ടേറ്റ് ഇങ്ങനെ വന്നിട്ട് പിന്നെ തിരിച്ചു പോകൂല്ലേ? ബോട്ടേറ്റ് തന്നെ അവിടെ പോയിട്ട് നിൽക്കും. ചേട്ടൻ്റെ വീട് ആ ഭാഗത്താണ് പറഞ്ഞത്, ലാസ്റ്റ് ഭാഗത്ത്. ഗൈസ് ഇത് കണ്ടില്ല, നമ്മളെ ചുവന്ന എന്തെന്താ പിങ്ക് കളറല്ലേ, അടിപൊളി കളറ്. ആമ്പലാട്ടോ സംഭവം, ഭയങ്കര രസമുണ്ട് കളറ് കാണാൻ. ഭയങ്കര ഡാർക്ക് പിങ്ക്. ഓക്കെ, ഈ ഒരു കോർണറിൽ മാത്രമായിട്ടാട്ടോ ഉള്ളത്. ചേട്ടന് പറിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളെ ഡയറോണിന് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. വാല് ഭയങ്കര നീളമുണ്ട്. Yeah, it's huge. You like it? ഞാൻ ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആളോട് ഞാൻ ചോദിച്ചു ക്ലോസപ്പിൽ ഫോട്ടോ എടുക്കാൻ വേണോ ചോദിച്ചു. അയാളത് മറ്റേ മൊബൈൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാനും കുറേ മൊബൈലിൽ ആൾക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടുന്ന് മെല്ലെ നമ്മൾ ഇങ്ങനെ യൂട്ടേൺ അടിക്കുക കേട്ടോ. ഈ അമ്പലിൻ്റെ ഒരു ലൊക്കേഷനായിരുന്നു ലാസ്റ്റ് ഈ ഒരു ഭാഗത്തുള്ളത്. പിന്നെ ഉള്ളിലോട്ട് ഒരുപാട് കറങ്ങാനുണ്ട്, പക്ഷേ ആൾക്ക് പെട്ടെന്ന് പോകേണ്ട കാരണം കൊണ്ടും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും കഴിക്കാത്ത കാരണം കൊണ്ട് നമ്മൾ കുറച്ച് നിൽക്കുന്നുള്ളൂ.
അമ്പലം അവിടെ നിന്ന് ഇങ്ങനെ പറിച്ചപ്പോൾ അതിൻ്റെ വാല് മൊത്തത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, കളറ് നോക്കില്ല, എന്ത് രസമാണ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വാല് കണ്ടില്ലേ, മൊത്തത്തിൽ വാല. സുസുക്കിയുടെ എഞ്ചിൻ ഇതെങ്ങനെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യപ്പോൾ ഇവിടെ തന്നെ വരും അല്ലേ? സെന്റിന് ഏകദേശം 2 ലക്ഷം 2 ലക്ഷത്തിന് മുകളിലേക്കാട്ടോ ഇപ്പം ഏകദേശം റേറ്റ് വരുന്നത്. തിരിച്ചുവിടാം. ആൾക്ക് നല്ല വിശക്കുന്നുണ്ട് കാരണം ആളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കാരണം നമുക്കിനി ഏകദേശം തിരിക്കാം. നമ്മളേകദേശം തിരിക്കുകയാണ്. നമ്മളെന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഇവിടെ ഏകദേശം ഈ ഫിലിം ആക്ടേഴ്സൊക്കെ ഇത്രയും മറ്റേ ഐലൻഡ് പോലെ റിസോർട്ട് പോലെയൊക്കെ പണിത കാരണം കൊണ്ട് ഇവിടെ സ്ഥലത്തിനൊക്കെ ഏകദേശം 2 ലക്ഷം 2 ലക്ഷത്തിന് മുകളിലേക്കൊക്കെ ആയിട്ടുണ്ട് റേറ്റ്. എന്തായാലും ഇവിടെയൊക്കെ വന്നിട്ട് സ്ഥലം എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആൾക്കാരിങ്ങനെ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. നമുക്കൊന്നും ചിന്തിക്കാൻ വരെ പറ്റില്ല. എന്താ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് 2-3 ലക്ഷമൊക്കെ കൊടുത്തിട്ട് ഓരോ സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങിച്ചാലുള്ള അവസ്ഥ ആലോചിച്ചു. നല്ല കാറ്റുണ്ട് കേട്ടോ. ചിലപ്പോൾ വോയിസ് ഒന്നും ക്ലിയർ ആവുന്നുണ്ടാവില്ല, നല്ല കാറ്റാണ്. ചുണ്ടൻ വെള്ളം, അതായത് നമ്മൾ മത്സരത്തിന് ഇതാ ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളത്തിൻ്റെ ഒരു ക്യാപ്റ്റനായിട്ടാണ്. ആളപ്പോൾ നമ്മൾ വിചാരിച്ചമായിട്ടുള്ള ഒരാളൊന്നുമല്ല. ആളിതിലുണ്ട്, ഈ വീഡിയോയിലുണ്ട്. ഇനി 22-ാം തീയതി അല്ലേ ചേട്ടാ? 22-ാം തീയതി ഇനി ഇവിടെ മത്സരം ഉണ്ട് എന്ന് പറഞ്ഞത് ചുണ്ടൻ വെള്ളത്തിൻ്റെ. അപ്പോൾ ചുണ്ടൻ വെള്ളം കാണിച്ചു തരാറുണ്ട് ചേട്ടൻ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. അതും കൂടിയും കണ്ടിട്ട് നേരെ കര പിടിക്കാം. ഗൈസ്, ഇതാണ് നമ്മൾ ഇനി അടുത്ത മത്സരത്തിൽ പങ്കെടുക്കാനുള്ള മറ്റേ ചുണ്ടൻ വെള്ളം കേട്ടോ. വേണ്ടല്ലേ, സംഭവം കാണുന്ന മാതിരി കേട്ടോ, ഭയങ്കര നീളാ. ഏകദേശം 120 ആൾക്കാരട്ടം ഇതിലുണ്ടാവും പറഞ്ഞു. കണ്ടില്ല, അതിൻ്റെ നീളം കണ്ടില്ല, ഏകദേശം 120 ആൾക്കാരട്ടം ഉണ്ടാവുന്ന പറഞ്ഞു ചേട്ടൻ. എന്താല്ലേ സംഭവത്തിൻ്റെ നീളം നോക്കി. ഫെഡറൽ ബാങ്ക് കൈനക്കറി തലവടി എന്നൊക്കെ എഴുതിയിട്ടുണ്ടത്. ഭയങ്കര വെയിലായിട്ടാ, നല്ല വെയിലായി. നമ്മളിനി തിരിക്കുകയാണ്. ഏകദേശം നമ്മളെ റൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഹൗസ് ബോട്ട് നിൽക്കുന്നുണ്ടല്ലോ അവിടെ. ഹൗസ് ബോട്ട് കണ്ടില്ല എന്നാണ്, അതാണ് ഹൗസ് ബോട്ട്. നമ്മൾ ഏകദേശം തിരിച്ചെത്തി. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതങ്ങനെ നമ്മൾ വീണ്ടും ലാസ്റ്റ് വന്ന സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അവിടെയാണ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, എന്തായാലും അടുപ്പിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇറങ്ങാം. ഇതാട്ടോ നമ്മൾ പോയ ബോട്ട്. ഓക്കെ, നോ ഐ എം ജസ്റ്റ് സെയിങ് ഐ ഹാവ് സ്മോൾ യൂട്യൂബ് ചാനൽ. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഇനി പോവുള്ളൂ. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പറഞ്ഞ ആളാണൊക്കെ പയിച്ചിട്ട് ചാവാനായിരിക്കണം പാവം. നമ്മളങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. തിരിച്ചെത്തി ഇപ്പം ഏകദേശം 12 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ തിരിച്ചെത്തി. നമ്മൾ ആ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും കഴിഞ്ഞ് അത് കഴിഞ്ഞ് നേരെ സ്പോട്ടിൽ നേരെ റിട്ടേൺ അടിച്ചു. ഓക്കെ, ആൾക്ക് പിന്നെ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ആൾക്ക് ഇനിയും ട്രാവൽ ചെയ്യാനുണ്ട്. ആളിനി ഇവിടുന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നാളെ മറ്റന്ന് ഡൽഹി പോകും. ഡൽഹിയിൽ നിന്ന് ഇന്തോനേഷ്യ അങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ ആൾ പോകണത്. അപ്പോൾ ആളിങ്ങനെ കറങ്ങുന്ന കാരണം കൊണ്ട് ആൾക്ക് എവിടെയും നിൽക്കാൻ പറ്റില്ല. ജസ്റ്റ് ഫോട്ടോസ് എടുക്കുക, പോവുക, അതാണ് ആളുടെ ഒരു പരിപാടി തോന്നുന്നുണ്ട്. ആളൊരു യോഗ മാസ്റ്ററൊക്കെയാണ് കേട്ടോ. 42 വയസ്സുണ്ട് ആൾക്ക്, പക്ഷെ കണ്ടാൽ പറയില്ല. അപ്പോൾ എന്തായാലും ആൾ ATM പോയിട്ടുണ്ട് ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട്. ക്യാഷ് മൊത്തം എക്സ്പെൻസൊക്കെ ഞാനാണ് എടുത്തത്, കാരണം ആളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വന്നിട്ട് ടോട്ടൽ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ക്യാഷൊക്കെ വാങ്ങിച്ചിട്ട് ആളെ റൂം ഇവിടെ അടുത്ത് തന്നെയാണ്, ബാക്കിൽ തന്നെയാണ് റൂമിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ട്രിപ്പായിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ബൈ. Goodbye. Thank you so much. Okay. Very good driver. Okay, thank you sir.